പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വൈറ്റ് സാരിയുടെ കുറേ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പല റേറ്റിൻ്റെ കുറഞ്ഞതും കൂടിയതും എല്ലാം ഉണ്ട് ഇതിനകത്ത്. പിന്നെ കട്ട് വർക്കിൻ്റെ ഉണ്ട്, അതുപോലെ കോട്ടൺ സാരിയുണ്ട്, ജോർജറ്റ് സാരിയുണ്ട്, കളേഡ് ബ്ലൗസായിട്ടുള്ള വൈറ്റ് സാരിയുണ്ട്. ഇങ്ങനെ പല കളക്ഷൻസാണ് ഇതിൽ കാണിക്കുന്നത്. ഇതൊരു നെറ്റ് സാരിയാണ്. ഇത് നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. ചുരിദാറായിട്ടോ ഫ്രോക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ നെറ്റ് സാരി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള ഡിസൈനുകളും നമുക്ക് കാണാം. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം നെറ്റ് സാരി തന്നെയാണ്. ഇതിൻ്റെ സൈഡിൽ ഫുള്ളായിട്ടും ലേസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഈ നെറ്റിൻ്റെ ഡിസൈനുകളിലുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 425 ആണ്. ഇത് ചന്തേരി കോട്ടണിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. പ്യുവർ വൈറ്റാണ്. വൈറ്റ് സാരിയിൽ വൈറ്റ് എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വന്നിരിക്കുന്നു. ഇത് പല്ലുവിൽ ഇങ്ങനെയാണ് വരിക. സ്കാലപ്പും വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും ഈ ത്രെഡ് ബോർഡർ തിക്കായിട്ട് വന്നിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ തിക്ക് വർക്ക് ഇങ്ങനെയാണ് വന്നേക്കണേ കേട്ടോ. ഒരു തിക്കായിട്ട് ബോർഡർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ബോഡി പാർട്ടിൽ സ്കാറ്റേഡായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. വൈറ്റ് തന്നെ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. രണ്ട് സൈഡിലും ഈ ബോർഡറും വരുന്നുണ്ട്. ചന്തേരി കോട്ടനാണ് മെറ്റീരിയൽ. ഇതിൻ്റെ തന്നെ പല ഡിസൈനുകൾ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 589. ഇതിലും ആ എംബ്രോയ്ഡറി വർക്കിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സെയിം ചന്തേരി കോട്ടണിൽ ബോർഡറെല്ലാം സെയിം ഡിസൈനിൽ മാത്രം മാറ്റമുള്ളൂ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ ബോർഡർ വന്നിട്ടുണ്ട്. റേറ്റ് വരുന്നത് 589. ഇത് മറ്റൊരു ഡിസൈനാണ്. ഈ വൈറ്റിലും ഒത്തിരി അങ്ങനെ അറിയാനില്ല, എങ്കിലും ഞാനതൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. ഈ എംബ്രോയ്ഡറി വർക്കിലുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രം. പിന്നെ ബാക്കിത്തെ എല്ലാം ബോർഡർ അതുപോലെ തന്നെ, റേറ്റ് അത് തന്നെ, മെറ്റീരിയലും അത് തന്നെ. ഈ എംബ്രോയ്ഡറി വർക്കിൽ മാത്രമേ ആ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇത് ചന്തേരി കോട്ടണിൽ മറ്റൊരു ഡിസൈനാണ്. ഈ എംബ്രോയ്ഡറി വർക്കിൽ മാത്രം മാറ്റമുള്ളൂ. വേറെ ഒന്നിനും മാറ്റമില്ല കേട്ടോ. പല ടൈപ്പ് എംബ്രോയ്ഡറി വർക്കാണെന്ന് മാത്രം. അത് ആ ഡിസൈൻ ചെയ്തിരിക്കുന്നതായാലും പല്ലുവിൽ സ്വല്പം കൂടുതലായിട്ടും ബോഡി പാർട്ടിൽ സ്കാറ്റേഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ, അതുപോലെ എംബ്രോയ്ഡറി വർക്ക്. റേറ്റ് 589. ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ സോഫ്റ്റ് സിൽക്കിലാണ് ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ സ്കാറ്റേഡായിട്ട് എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇപ്പോൾ ഏത് പ്രായക്കാർക്ക് അനുയോജ്യമായ ഒരു സാരിയാണ്. നമുക്കിത് വെയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. രണ്ട് സൈഡിലും ഈ ഡിസൈൻ വരുന്നുണ്ട്. ഈ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ സൈഡിൽ ഈ പ്ലീറ്റഡിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. അതുപോലെ സെൻറ്ററിൽ ഫുള്ളായിട്ടും ചെറിയ ബുട്ടാസായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഹാഫായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1479. ഇതൊരു സോഫ്റ്റ് സിൽക്കിൽ കട്ട് വർക്ക് സാരിയാണിത്. ഇതിൽ കട്ട് വർക്ക് ഫുള്ളായിട്ടും ഇങ്ങനെ വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. ഫുള്ളായിട്ടും പല്ലുവിൽ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. അതുപോലെ ഈ സ്കാറ്റേഡായിട്ട് വൈറ്റ് എംബ്രോയ്ഡറി വർക്കും ഇതിൻ്റെ ബോഡി പാർട്ടിലും പല്ലുവിലും വരുന്നുണ്ട്. ഈ സൈഡിൽ ഈ ഭാഗം വരെയും ഈ സൈഡിൽ ഈ കട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. ബോഡി പാർട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2149 ആണ്. പ്യുവർ വൈറ്റിൽ ഫുള്ളായിട്ടും ത്രെഡ് വർക്ക് വരുന്നൊരു ജോർജറ്റ് സാരിയാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതുണ്ട്, ഫുള്ളായിട്ടും ഇതിൽ ത്രെഡ് വർക്കാണ്. സൈഡിൽ അക്കോബ ഫിനിഷിങ്ങിലും കൂടിയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇത് വരിക. ബോഡി പാർട്ടിലും ത്രെഡ് വർക്ക്. ഈ സൈഡിൽ സ്കാലപ്പും ഈ സൈഡിൽ ഈ അക്കോബ ഫിനിഷിങ് കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. പ്യുവർ വൈറ്റിലാണ് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 995 ആണ്. ഇതൊരു സിൽക്കി കോട്ടയാണ്. വൈറ്റ് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ചെറിയ ചെറിയ
ലൈനായിട്ട് വന്നിരിക്കുന്നു. ക്രോഷ്യോ ലേസ് സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോഡി പാർട്ടിൽ ഈ പീച്ച് ത്രെഡ് ലൈൻ ഇങ്ങനെ വരുന്നു ബോഡി പാർട്ടിൽ. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടും ആ ലൈൻസ് വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1059. വൈറ്റ് സാരിയിൽ എംബ്രോയ്ഡറി വർക്കുള്ള പ്യുവർ കോട്ടണിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. സൈഡിൽ ബോർഡർ വന്നിരിക്കുന്നു. വൈറ്റിലൊരു പീച്ച് ഷെയ്ഡായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ബോർഡർ വരുന്നു താഴ്ഭാഗത്ത്. അതുപോലെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നു. ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് കോട്ടൺ ആണ്. കോട്ടണിൽ ത്രെഡ് വർക്കായിട്ടാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് വരുന്നത്. ഇതിൻ്റെ മറ്റ് കളറുകൾ നമുക്കൊന്ന് കാണാം. ഇത് വൈറ്റ് ആൻഡ് ഒരു ഗ്രേ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. പല്ലു ഇങ്ങനെ വരുന്നു. ബോഡി ഫുള്ളായിട്ടും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ത്രെഡ് വർക്കാണ്. പ്യുവർ കോട്ടൺ ആണ്. ഇത് വൈറ്റ് ഷെയ്ഡിൽ ഒരു ചെറുപയർ പച്ചയുടെ ലൈറ്റ് കളറായിട്ട് വരും. ഇതെല്ലാം ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ഇതാണ് പല്ലു. ബാക്കിയുള്ള ഭാഗത്ത് ഇങ്ങനെ തന്നെ ബോർഡർ വരുന്നു. കണ്ടോ, ഇങ്ങനെ തന്നെ വരുന്നു. പ്യുവർ കോട്ടണിലാണ്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് ഫുള്ളായിട്ടും ത്രെഡ് വർക്കും വരുന്നു. റേറ്റ് വരുന്നത് 1359. ഇത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. എല്ലാ ഡിസൈനുകളും മെറ്റീരിയലുകളും എല്ലാം സെയിം തന്നെ. പിന്നെ കളറിൽ മാത്രം മാറ്റുള്ളൂ. ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ബോർഡർ ഇതിങ്ങനെ വരുന്നു. പല്ലു ഇങ്ങനെ വരുന്നു. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്യുവർ കോട്ടണിൽ തന്നെ ത്രെഡ് വർക്കിലാണ് വരിക. ബാക്കിയെല്ലാം സെയിം. ഞാൻ ആ വിടർത്തി കാണിച്ച പോലെ തന്നെ സെയിം ആയിട്ട് വന്നിരിക്കുന്നു. റേറ്റ് വരുന്നത് 1359. പിസ്ത ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡറിൽ ഈ പല്ലുവിലുള്ള അതേ ഡിസൈനും കൂടെ വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വരിക. ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്യുവർ കോട്ടണിലെ ത്രെഡ് വർക്കാണ്. ലൈനിങ് ഒന്നും വേണ്ട. നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. റേറ്റ് 1359. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതും പ്യുവർ കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഒരു ഗ്രേ എംബ്രോയ്ഡറി വർക്കും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഒരു ഗ്രേ. അതുപോലെ ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പല്ലു താഴ്ഭാഗത്ത് ഫുള്ളായിട്ടും ബോർഡറിൽ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഇങ്ങനെയും വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്യുവർ കോട്ടൺ ആണ്. ഇതിൽ ഫുള്ളായിട്ടും സ്ലീവിൽ ഈ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1300 ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.